ഒരിക്കൽ പള്ളിനായാട്ടിനായി പോവുകയായിരുന്ന പരമശിവൻ കൂളിവനത്തിൽ എത്തിയപ്പോൾ അവിടെ നിന്നും ഗന്ധർവ കിന്നര സാന്നിധ്യമുള്ള ഒരു ഗാനം കേട്ടു. പാർവതീദേവിയുടെ ഭക്തയും വേടതരുണിയുമായ കൂളിവാക എന്ന സുന്ദരിയായിരുന്നു അത്. കൂളിവനത്തിന്റെ ആ ഏകാന്തതയിൽ വച്ച് ഭഗവാൻ ശ്രീ പരമേശ്വരൻ കാമപരവശനായി എല്ലാം മറന്ന് കൂളിവാക എന്ന സുന്ദരിയെ പ്രാപിക്കുവാൻ നിശ്ചയിക്കുകയും തിരിച്ചു വരുന്ന സമയം അറിയിച്ചു പള്ളിനായാട്ടിന് പുറപ്പെടുകയും ചെയ്തു. കാത്തുനിൽക്കുവാനുള്ള ഭഗവാന്റെ കൽപ്പന കാമമോഹിതമാണെന്നും തൻ്റെ ഇഷ്ടദേവിയുടെ നാഥനെ പ്രാപിക്കുന്നത് മഹാപാപമാണെന്നും തിരിച്ചറിഞ്ഞ് വല്ലാതെ വിഷമിച്ച കൂളിവാക തൻ്റെ ആരാധ്യയായ പാർവതീദേവിയെ സ്തുതിച്ചു. ഭക്തപ്രിയയായ ദേവി തൽക്ഷണം പ്രത്യക്ഷപ്പെട്ട് കാര്യമെല്ലാം ഗ്രഹിച്ചു. കൂളിവാകയുടെ നിഷ്കളങ്ക ഭക്തിയിൽ സംപ്രീതയായ ദേവി അവളെ ആശ്വസിപ്പിച്ചിട്ട് കൂളിവാകയുടെ പൂർവ്വകഥ അറിയിച്ചു. പൂർവജന്മത്തിൽ കൈലാസത്തിലെ തോഴിയായിരുന്ന മനസുനി എന്ന യക്ഷിണിയായിരുന്നു കൂളിവാക. ഒരിക്കൽ അവൾ പാർവതീദേവി അറിയാതെ ഉണ്ണിഗണപതിയെ മുലയൂട്ടി. തൻ്റെ പരിചാരിണിയായ യക്ഷിണി തൻ്റെ മകനെ മുലയൂട്ടിയെന്നറിഞ്ഞപ്പോൾ പാർവതീദേവിക്ക് സഹിച്ചില്ല. ഭൂമിയിലെ ചണ്ടാലകുലത്തിൽ പിറക്കട്ടെ എന്ന് പാർവതീദേവി മനസുനിയെ ശപിച്ചു. കോപമടങ്ങിയപ്പോൾ ദേവിക്ക് മനസുനിയോട് സഹതാപം തോന്നി. ചണ്ടാലകുലത്തിലെ ഉത്തമനായ ഒരുവന്റെ മകളായി ജനിക്കുമെന്നും കന്യകാത്വം നഷ്ടപ്പെടും മുമ്പ് ശിവപുത്രനെ മുലയൂട്ടാൻ ഭാഗ്യമുണ്ടായാൽ ശാപമോക്ഷം ഉണ്ടാകുമെന്നും ദേവി അന്ന് മനസുനിയോട് അരുൾ ചെയ്തു. ഭഗവാൻ കൂളിവാകയെ കണ്ടുമുട്ടിയതും അവളിൽ കാമാതുരനായതും വിധിനിർണയമാണെന്നും അഹങ്കാരിയായ ജലന്ധരന്റെ നിഗ്രഹം ഒരു പുതിയ അവതാരത്തിലൂടെ നടക്കേണ്ട കാലമായെന്നും ദേവി അവളെ അറിയിച്ചു. വേടതരുണിയായ കൂളിവാകയുടെ രൂപം ധരിച്ച് താൻ പരമേശ്വരനെ സ്വീകരിച്ചു കൊള്ളാമെന്ന് അരുളി ചെയ്ത ശേഷം പാർവതീദേവി കൂളിവാകയെ യാത്രയാക്കി. അങ്ങനെ നായാട്ടു ക്ഷീണവുമായി എത്തിയ ശ്രീ മഹാദേവനെ മായാകൂളിവാകയായ ശ്രീ പാർവതീദേവി സ്വീകരിച്ചു. അങ്ങനെ പരമശിവന് ആ കൂളിവാകയിൽ 400 കുട്ടികൾ ജനിച്ചു. ഇവരെയാണ് ചാത്തന്മാർ എന്ന് പറയുന്നത്. അതിൽ മൂത്ത കുട്ടിയാണ് കരിങ്കുട്ടിച്ചാത്തൻ, ഇളയ കുട്ടിയാണ് ശ്രീ വിഷ്ണുമായ കുട്ടിച്ചാത്തൻ. ശ്രീ പാർവതീദേവി വിഷ്ണുമായ ചാത്തന്റെ സംരക്ഷണത്തിനായി ഒരു പോത്തിനെയും കരിങ്കുട്ടിച്ചാത്തന് ഒരു കാളയെയും കൊടുത്തു. അതിനുശേഷം കുട്ടികളെ കൂളിവാകയെ ഏൽപ്പിക്കുകയും കുട്ടികൾ കൂളിവാകയുടെ സംരക്ഷണത്തിൽ വളരുകയും ചെയ്തു. ചാത്തന്മാർക്ക് പല അത്ഭുത ശക്തികളും ശിവനും പാർവതിയും നൽകുകയുണ്ടായി. ചാത്തന്മാർ പലതരത്തിലുള്ള സഹായങ്ങളും അത്ഭുതങ്ങളും കാട്ടി ആ ഗോത്രത്തിൽ കഴിഞ്ഞു വന്നു. ചാത്തന്മാർ തൻ്റെ വാഹനമായ പോത്ത്, കാള എന്നിവയുടെ പുറത്ത് ഈഴറയും വായിച്ചുകൊണ്ട് വനത്തിൽ ചുറ്റി നടന്നു. അങ്ങനെ ചാത്തന്മാരുടെ 7ാമത്തെ വയസ്സിൽ ഗോത്രക്കാർ നടത്തിയ ജന്മദിനാഘോഷത്തിൽ നാരദമുനി വരികയുണ്ടായി. നാരദമുനി ചാത്തന്മാരോട് അവരുടെ മാതാപിതാക്കൾ ആരാണെന്ന് പറയുകയും ചെയ്തു. അവരെ കൈലാസത്തിൽ പോയി കാണുവാൻ ഉപദേശിച്ചു. വിവരങ്ങൾ അറിഞ്ഞ് ചാത്തന്മാർ കൈലാസത്തിൽ പോയി. അവിടെ ശിവന്റെ വാഹനമായ നന്ദികേശൻ ചാത്തനെ കവാടത്തിൽ വച്ചു തടഞ്ഞു. ചാത്തൻ അകത്തേക്ക് പോകുവാനായി മഹാവിഷ്ണുവിന്റെ വേഷം മായയാൽ ധരിച്ചു. എന്നിട്ട് ശിവപാർവതിമാരെ കാണുകയും ആശീർവാദം വാങ്ങുകയും ചെയ്തു. പരമശിവൻ ഏറെ സന്തോഷം തോന്നുകയും വിഷ്ണുവിന്റെ രൂപം മായയാൽ സ്വീകരിച്ചതിനാൽ ചാത്തന് വിഷ്ണുമായ എന്ന പേരു നൽകുകയും ചെയ്തു. ജലന്ധരന്റെ വധത്തിനാവശ്യമായ എല്ലാ രഹസ്യങ്ങളും പരമശിവൻ വിഷ്ണുമായയ്ക്ക് പറഞ്ഞുകൊടുത്തു. പാർവതീദേവി വിഷ്ണുമായയ്ക്ക് ചതുരുപായങ്ങളും അതിശക്തമായ കുറുവടികളും നൽകി ആശീർവദിച്ചു. തൻ്റെ അന്തകനാകാൻ വിഷ്ണുമായ സ്വാമി സജ്ജനായതറിയാതെ ദേവേന്ദ്രനിൽ നിന്നും ലഭിച്ച വരം കൊണ്ട് ശക്തി ആർജിച്ച ജലന്ധരൻ ത്രിലോകങ്ങളിലും ഭീതി പരത്തുകയായിരുന്നു ഈ സമയം. വരലബ്ധിയാൽ അന്ധനായ ജലന്ധരൻ നാരദന്റെ ഏഷണിയാൽ വശംവദനായി ശിവപത്നിയായ ശ്രീ പാർവതീദേവിയെ വേൾക്കാൻ തുനിഞ്ഞിറങ്ങി. കൈലാസത്തിലെത്തിയ ജലന്ധരൻ ശിവഭഗവാനെ യുദ്ധത്തിന് വിളിച്ചു. ഇതുകണ്ട വിഷ്ണുമായ ചാത്തൻ മഹാവിഷ്ണുവിന്റെ ആയുധമായ സുദർശന ചക്രത്തിന്റെ രൂപം കൊള്ളുകയും ജലന്ധരനെ വധിക്കുവാനായി പിന്നാലെ പോവുകയും ചെയ്തു. ജലന്ധരൻ 3 ലോകത്തും പലയിടത്തും ഓടിയൊളിക്കുവാൻ തുടങ്ങി. അവസാനം കടലിൽ ഒളിച്ചു. പിന്തുടർന്നു വന്ന സുദർശന ചക്രത്തിന്റെ ജ്വാലയാൽ കടൽ ജലം തിളക്കാൻ തുടങ്ങി. ചൂട് സഹിക്കാൻ വയ്യാതെ കടലിൽ നിന്നും പുറത്തു വന്ന ജലന്ധരൻ വധിക്കപ്പെടുകയും ചെയ്തു. സന്തോഷഭരിതരായ ദേവന്മാർ ചാത്തനെ സ്വർഗലോകത്തേക്ക് കൊണ്ടുപോയി അവിടെ താമസിക്കുവാൻ നിർബന്ധിച്ചു.
പക്ഷേ ചാത്തന് താമസിക്കാൻ താല്പര്യം പഴയ ഗോത്രവർഗക്കാരുടെ കൂടെയാണ് എന്ന് പറഞ്ഞ് ഭൂമിയിലേക്ക് തിരിച്ചു വന്നു. ഇതിനിടെ ഭൃംഗൻ എന്ന അസുരൻ വിഷ്ണുമായ സ്വാമിയുടെ വളർത്തമ്മയായ കൂളിവാകയെ സ്വന്തമാക്കാൻ ശ്രമിച്ചു. വിവരമറിഞ്ഞ വിഷ്ണുമായ ഭൃംഗാസുരനുമായി ഏറ്റുമുട്ടി. വലിയൊരു സൈന്യത്തിന്റെ പിൻബലം അസുരനുണ്ടായിരുന്നു. കരിങ്കുട്ടിയോടും മറ്റു ചാത്തന്മാരോടുമൊപ്പം വിഷ്ണുമായ സ്വാമി യുദ്ധത്തിൽ മുന്നേറി. അപ്പോൾ ഭൃംഗാസുരൻ ബ്രഹ്മദത്തമായ 10 അസ്ത്രങ്ങൾ വിഷ്ണുമായക്കെതിരെ പ്രയോഗിച്ചു. ആ മാരകാസ്ത്രങ്ങൾ വിഴുങ്ങി 10 കുട്ടിച്ചാത്തന്മാർ ആത്മഹൂതി ചെയ്തു. ശേഷിച്ച 390 കുട്ടിച്ചാത്തന്മാർ ഭൃംഗന്റെ സൈന്യത്തെ കൊന്നൊടുക്കി. ഒടുവിൽ അതിശക്തമായ തന്റെ കുറുവടികൾ ചുഴറ്റിയെറിഞ്ഞ് വിഷ്ണുമായ ഭൃംഗാസുരന്റെ കഥ കഴിച്ചു. പോത്തിന്റെ പുറത്ത് കുറുവടിയുമായി ഇരിക്കുന്ന ബാലന്റെ രൂപമാണ് വിഷ്ണുമായ ചാത്തന്റേത്. ഉഗ്രമൂർത്തിയാണിത്. വിഷ്ണുമായ അഥവാ പൊന്നുണ്ണി എന്ന ഈ കുഞ്ഞുമൂർത്തിയെ സദാ ആരാധിക്കുന്നവർക്ക് ഐശ്വര്യവും ശ്രേയസ്സും സമാധാനവും മൂർത്തി നൽകുന്നു എന്നാണ് വിശ്വാസം.